ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയേജ് അക്കൗണ്ട്സിൻ്റെ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു ലാസ്റ്റ് ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 5. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: SS ജലാശ വോയേജ്ഡ് ഫ്രം വിശാഖപട്ടണം ഫോർ കൊൽക്കത്ത ഓൺ 1 February 2020. 1 February 2020 വിശാഖപട്ടണത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കാണ് SS ജലാശ എന്ന് പറയുന്ന ഒരു ഷിപ്പ് വോയേജ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺ 31 March 2020 ആയപ്പോഴേക്കും when the accounts of the company are closed, SS Jalasha was on her way back to Visakhapatnam from Kolkata on voyage number 707, having covered half of the return voyage. ഇപ്പോൾ എവിടേക്കാണ് ഇതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്? വിശാഖപട്ടണത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കാണ് ഈ ഒരു ജേണി, ഒരു ഔട്ട്വേഡ് ജേണി. അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, വിശാഖപട്ടണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കൊൽക്കത്തയിലെത്തുന്നു. ദെൻ തിരിച്ച് അതിൻ്റെ ഒരു റിട്ടേൺ ജേണി ആയിട്ട് കൊൽക്കത്തയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ജേണി, ഒരു വോയേജ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. ഒരു ഔട്ട്വേഡ് ജേണി, ഒരു ഇൻവേഡ് ജേണി, അതായത് ഒരു പർട്ടിക്കുലർ വോയേജ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. എന്നാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്? 1 February 2020 സ്റ്റാർട്ട് ചെയ്തത്. 1 February 2020 സ്റ്റാർട്ട് ചെയ്തു, 31 March എൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ടൈമാണ്, എത്ര പീരീഡാണ് ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? ഫെബ്രുവരി ഫുള്ള്. 1 February എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഫുള്ള്, മാർച്ച് 31 എന്ന് പറഞ്ഞാൽ മാർച്ച് എന്ന് പറയുന്ന മന്ത് ഫുള്ള്. അപ്പം ഫെബ്രുവരി ആൻഡ് മാർച്ച് എന്ന് പറയുന്ന 2 മാസത്തേനാണ് ഈ ഒരു വോയേജ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വോയേജ് 31 March 2020 ആയപ്പോഴേക്കും, അഥവാ 31 March 2020 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ആയപ്പോഴേക്കും ഈ ഒരു ഷിപ്പിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇറ്റ് വാസ് ഓൺ ഹെർ വേ ബാക്ക് ടു വിശാഖപട്ടണം ഫ്രം കൊൽക്കത്ത. വിശാഖപട്ടണത്തിലേക്ക് എത്തുന്ന ആ ഒരു, കൊൽക്കത്തയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് എത്തുന്ന ആ ഒരു റിട്ടേൺ ജേണിയുടെ ഒരു ഹാഫ് വേ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു പൊസിഷനിലാണ്. ഹാവിങ് കവേർഡ് ഹാഫ് ഓഫ് ദ റിട്ടേൺ വോയേജ്, റിട്ടേൺ വോയേജിൻ്റെ ഒരു ഹാഫ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷിപ്പിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഫോർ ദ എൻറ്റയർ വോയേജ് ടു ആൻഡ് ഫ്രം കൊൽക്കത്ത ആർ ഫർണിഷ്ഡ്. അതായത് എൻറ്റയർ വോയേജിലേക്കുള്ള, മുഴുവൻ ജേർണിയിലേക്ക്, വോയേജിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് താഴോട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഫ്രൈറ്റ് ചാർജസ് 8 lakh എന്ന് തന്നിട്ടുണ്ട്. ഫ്രൈറ്റ് ഇൻകം ആണെന്ന് നമുക്കറിയാം അല്ലേ. ഫ്രൈറ്റ് ചാർജസ് ആരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്? പാസഞ്ചേഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. ഷിപ്പിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻകമാണ്, ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ടോട്ടൽ ഫ്രൈറ്റ് ചാർജസ് ആണ് 8 lakh എന്ന് പറയുന്നത്. അടുത്തത് പോർട്ട് ചാർജസ്, അത് എക്സ്പെൻസ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ഓരോ പോർട്ടിലും കൊടുക്കുന്ന എക്സ്പെൻസ് ആണ് ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മെയിനായിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് പറയാം. 30,000. സാലറി ഓഫ് ക്രൂവിന് കൊടുക്കുന്ന സാലറി 80,000. കൺസംഷൻ ഓഫ് കോൾ ആൻഡ് സ്റ്റോഴ്സ്, കോളിന് 1,40,000, സ്റ്റോഴ്സിന് 60,000. അതൊക്കെ എന്താണ്, എക്സ്പെൻസ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റംസ് ആണ്. അടുത്ത പറയുന്നത് ഇൻഷുറൻസ് 2 പറയുന്നുണ്ട്. ഫോർ ഷിപ്പ് ഫോർ ദ വോയേജ്, ഇൻഷുറൻസ് ഓഫ് ഷിപ്പ് ഫോർ ദ വോയേജ് 1 lakh, ഇൻഷുറൻസ് ഓഫ് ഫ്രൈറ്റ് 40,000 ഉണ്ട്. രണ്ടും ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് വരേണ്ട ഐറ്റമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് ഫോർ ദ 2 months ഓഫ് ദ വോയേജ്. ലാസ്റ്റ് ഐറ്റമായിട്ട് ഒരു ഡിപ്രീസിയേഷനും കൂടെ ആ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കണം. ഡിപ്രീസിയേഷൻ്റെ കേസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ്, ഷിപ്പിൻ്റെ ഡിപ്രീസിയേഷൻ ആണ്. നോർമലി ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്, എക്സ്പെൻസ് ആണ്, നമുക്കറിയാം. ബാക്കി എന്താ പറയുന്നത്? ഫോർ ദ 2 months ഓഫ് ദ വോയേജ്. അതായത് നമ്മുടെ ഈ ഒരു വോയേജ്, പർട്ടിക്കുലർ വോയേജ് എത്ര നാളത്തേനാണ്? 2 മാസത്തേനാണ് അല്ലേ. ഫെബ്രുവരി ആൻഡ് മാർച്ച് എന്ന് പറയുന്ന 2 മാസത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ 2 monthsലേക്ക് മാത്രം, നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആണ് 80,000. തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ എക്സ്പെൻസും എങ്ങനെ കണ്ടുപിടിക്കേണ്ടതാണ്? എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഫോർ ദ എൻറ്റയർ വോയേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ വോയേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എല്ലാ എമൗണ്ട് ആയിട്ട് തന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ്റെ കേസിൽ മാത്രം ഈ 80,000 പർട്ടിക്കുലർ വോയേജുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് തന്നതാണ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പറയുന്നത്? പ്രൈമേജ് ഈസ് അറ്റ് 10% ഓൺ ഫ്രൈറ്റ് ചാർജസ്. നമുക്ക് ഫ്രൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ് അല്ലേ, ഒരു ഇൻകമാണ് പ്രൈമേജ് എന്നും പറയുന്നത്. അപ്പോൾ പ്രൈമേജ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫ്രൈറ്റിൻ്റെ 10%. അപ്പോൾ എത്രയാണ് മോളിൽ ഫ്രൈറ്റ് ചാർജസ്? ടോട്ടൽ ഫ്രൈറ്റ് പറയുന്നുണ്ട് 80,000. 80,000ൻ്റെ 10%, 8 lakh ആണ് ഫ്രൈറ്റ് ചാർജസ് നമുക്ക് പറയുന്നത്. അപ്പോൾ 8 lakhൻ്റെ 10% 80,000 ആണ് പ്രൈമേജ് ആയിട്ട് നമുക്ക് ടോട്ടൽ പ്രൈമേജ് ആയിട്ട് വരുന്നത്. അടുത്തതോ, അഡ്രസ് കമ്മീഷൻ ഈസ് അറ്റ് 5% ഓൺ ഫ്രൈറ്റ് ചാർജസ് ആൻഡ് പ്രൈമേജ്. അഡ്രസ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് എത്രയാണോ വരുന്നത് അതിൻ്റെ 5% ആണ്. നോർമലി നമ്മൾ ചെയ്യുന്നതാണ്, ബാക്കി എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതും സെയിം ആയിട്ട് തന്നെ ഇവിടെ ചെയ്താൽ മതി. അഡ്രസ് കമ്മീഷൻ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് അറിയാമല്ലോ, അതേപോലെ തന്നെ ചെയ്യുക. only rupees 3 lakh freight was available on return journey.
ടു വിശാഖപട്ടണം. റിട്ടേൺ ജേണി എവിടെ നിന്ന് എവിടേക്കുള്ള, കൊൽക്കത്തയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്കുള്ള റിട്ടേൺ ജേണിയുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ് 3 lakh എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടോട്ടൽ 8 lakh റുപ്പീസിൻ്റെ ഫ്ലൈറ്റ് ഉള്ളതിൽ ഒരു 3 lakh റിട്ടേൺ ഫ്ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നമ്മുടെ റിട്ടേൺ ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് ആണ് 3 lakh. അപ്പോൾ ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറയുന്നത് ടോട്ടൽ 8 lakh ആണ്. ഔട്ട്വേർഡ് ജേണി, അതായത് ഔട്ട്വേർഡ് ജേണി ഏതാ? വിശാഖപട്ടണത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള, വിശാഖപട്ടണം ടു കൊൽക്കത്ത എന്നുള്ള ഔട്ട്വേർഡ് ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 5 lakh ആണ്. 5 lakh റുപ്പീസാണ്. തിരിച്ച് കൊൽക്കത്ത ടു വിശാഖപട്ടണം എന്നുള്ള റിട്ടേൺ ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് എത്രയാണ്? 3 lakh ആണ്. ഇതാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കൊൽക്കത്ത ടു വിശാഖപട്ടണം എന്നുള്ള ഈ റിട്ടേൺ ജേണിയാണ്, അല്ലെ ഈ 3 lakhൻ്റെ ഫ്ലൈറ്റാണ് ഇൻകംപ്ലീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അത് ഒന്ന് ഡീറ്റെയിൽ നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഇവിടെ 3 lakh എന്നുള്ള ഒരു ഡീറ്റെയിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻവേർഡ് ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുള്ള കാര്യം, ഇൻകംപ്ലീറ്റ് ജേണിയുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള ഡീറ്റെയിൽ തന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. 3/4 ഓഫ് ദ ടോട്ടൽ വോയേജ് ഇൻക്ലൂഡിംഗ് റിട്ടേൺ ജേണി ഈസ് കംപ്ലീറ്റ് ഓൺ 31st March 2020. 31st March 2020 ആയപ്പോഴേക്കും ഒരു ഷിപ്പിൻ്റെ 3/4 ഓഫ് ദ ടോട്ടൽ വോയേജ് ആണ് കംപ്ലീറ്റ് ആയിരിക്കും. നമുക്കറിയാം ഓൺ ഹെർ ഹാഫ് വേ ബാക്ക് ടു റിട്ടേൺ ജേണി എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസസ് അൺകണക്റ്റഡ് വിത്ത് ഫ്ലൈറ്റ് ഷാൽ ബി ക്യാരിഡ് ഫോർവേഡ് ആസ് ഇൻ പ്രോസസ് ഫോർ ദ ബാലൻസ് ഓഫ് ദ ജേണി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് എക്സ്പെൻസ് എത്രയാണോ ഉണ്ടായിരിക്കുന്നത് ആ ടോട്ടൽ എക്സ്പെൻസ് ഒക്കെ തന്നിരിക്കുന്നതിൽ നിന്നും നമ്മുടെ അൺകണക്റ്റഡ്, അതായത് ഇൻ പ്രോസസ്സിൽ അല്ലെ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും എക്സ്പെൻസിന് ചെയ്തു കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. റിട്ടേൺ ജേണിയുടെ ഹാഫ് വേ ബാക്ക് എന്നുള്ള രീതിക്ക് അനുസരിച്ചുള്ള എക്സ്പെൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ. ആ ഫ്ലൈറ്റ് ഈസ് ആക്ച്വലി ഏൺഡ് ഓൺലി ഓൺ കംപ്ലീഷൻ ഓഫ് എ വോയേജ്. യു ഹാവ് ടു ക്യാരി ഫോർവേഡ് ദ ഫ്ലൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ റിട്ടേൺ ജേണി ആസ് വെൽ ആസ് ഓൾ ഇൻസിഡൻറ്റൽ ഇൻകംസ്. അപ്പോൾ ഫ്ലൈറ്റും പ്രൈമേജ് ബാക്കിയുള്ള അങ്ങനെയുള്ള ബാക്കി എക്സ്പെൻസിൻ്റെ സൈഡ് മാത്രമല്ല ഇൻകം സൈഡിലുള്ള ഫ്ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ അതിനെ എന്ത് ചെയ്തിരിക്കണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. അതായത് സിംപ്ലി പറഞ്ഞാൽ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് മീൻ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ വോയേജ് ഇൻ പ്രോഗ്രസ് കൺസിഡർ ചെയ്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഷിപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഒരു ജേണി കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് വോയേജ് ഇൻ പ്രോഗ്രസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ മുതൽ നമുക്ക് ഈ ഒരു എമൗണ്ട് റിട്ടേൺ ഫ്ലൈറ്റ് എത്രയാണ് എന്നുള്ള, ഇൻകംപ്ലീറ്റ് ഫ്ലൈറ്റ് എത്രയാണ് 3 lakh എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ മൊത്തം ഇതിനെപ്പറ്റി മാത്രം വോയേജ് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് മീൻ ചെയ്യുന്നത്. പ്രിപ്പയർ വോയേജ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് ഓഫ് 1st February 2020 to 31st March 2020. അതായത് ഈ 2 മാസത്തിന് ഫെബ്രുവരി ആൻഡ് മാർച്ചിലേക്കുള്ള 2 monthsലേക്കുള്ള വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് സൊല്യൂഷനിലേക്ക് പോകാം. നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ വോയേജ് ഇൻ പ്രോഗ്രസ് ഇവിടെ വരുന്ന കേസിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്ന് മാത്രം മൈൻഡ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. വോയേജ് അക്കൗണ്ടിന് നോർമലി നമുക്ക് കൊടുക്കാനുള്ള മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് ടോപ്പ് ഓഫ് ദ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷിപ്പിൻ്റെ പേര് SS ജലാക്ഷയാണ്. വോയേജ് നമ്പർ 707 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വോയേജ് അക്കൗണ്ട് ഒന്ന് ഹെഡ് കൊടുക്കുക. അതിൻ്റെ എന്താണ് വോയേജ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും എൻഡ് ചെയ്ത ഡേറ്റും കൊടുത്തുകൊണ്ട് എത്രയാണ് ഡ്യൂറേഷൻ എന്ന് പറയാം. ഫ്രം 1st February 2020 മുതൽ 31st March 2020 വരെയുള്ള 2 monthsലേക്കുള്ളൊരു വോയേജാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഒന്ന് പോർട്ട് ചാർജസ് 30,000, അതാണ് ഇവിടെ ആദ്യം ഡെബിറ്റിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്? സാലറി ഓഫ് ക്രൂ 80,000. അടുത്തതോ കോളിൻ്റെ കൺസംഷനും സ്റ്റോറിൻ്റെ കൺസംഷനും 1,40,000 1,60,000 ഒക്കെ തന്നിട്ടുണ്ടല്ലോ. എല്ലാം സെയിം ആയിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഐറ്റമായിട്ട് കടന്നിരുന്ന ഫ്രൈറ്റ് അല്ലേ, ഓർമ്മയുണ്ടല്ലോ? ഫ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻകമാണ്. ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻകമാണ്. ഇവിടെ 8 lakh എന്ന് തന്നിട്ടുണ്ട്. ആ 8 lakh ടോട്ടൽ ഫ്ലൈറ്റ് ആണെന്നും റിട്ടേൺ ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് 3 lakh ആണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻകം സൈഡിൽ വരേണ്ട ഐറ്റം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫ്ലൈറ്റിൻ്റെ ഔട്ട്വേർഡ് ഫ്ലൈറ്റ് മാത്രമായിട്ട് കംപ്ലീറ്റ് ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റിനെ നമുക്ക് മാറ്റി വേണമെങ്കിൽ എഴുതാം, 5 lakh എന്ന് എഴുതാം. ഇൻവേർഡ് ഫ്ലൈറ്റ് ബാക്കി എത്രയുണ്ട്? 3 lakh എന്നും എഴുതാം. എന്നിട്ട് ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഫ്ലൈറ്റ് എത്രയാണോ അതിൻ്റെ 10% ആണ് പ്രൈമേജ് എന്ന്. ഫ്ലൈറ്റിനോടൊപ്പമാണല്ലോ നമ്മൾ പ്രൈമേജ് ആഡ് ചെയ്യുക. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ 10%. അപ്പോൾ ഔട്ട്വേർഡ് ജേണിയുടെയും റിട്ടേൺ ജേണിയുടേതും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഫ്ലൈറ്റും പ്രൈമേജും കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, അല്ലെ വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് എമൗണ്ട് നമ്മൾ മാറ്റുമല്ലോ. അപ്പോൾ ഡെബിറ്റ് സൈഡിലോട്ട് എമൗണ്ട് മാറ്റി എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ നമുക്കിങ്ങനെ തന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. വോയേജ് ഇൻ പ്രോഗ്രസ് ഡെബിറ്റ് സൈഡിലോട്ട് എഴുതുന്ന ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് എമൗണ്ട് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ബെനിഫിറ്റ്.
ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഫ്രൈറ്റ് 5 ലാക്ക് 3 ലാക്ക് അതായത് ടോട്ടൽ 8 ലാക്കിൻ്റെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രൈമേജ്, അതിൻ്റെ ഒരു 10% പ്രൈമേജ് കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 80,000 പ്രൈമേജ് വരുന്ന രീതി, 50,000ഉം 30,000ഉം ടോട്ടൽ പ്രൈമേജ് വരുന്ന രീതിയിൽ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതായത് ടോട്ടൽ 8,80,000 ആണ് ഇവിടെ ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് വരിക. ഇനി നമുക്ക് അടുത്തത് എന്താണ്, എക്സ്പെൻസ് സൈഡിലുള്ള ഐറ്റംസ് എഴുതി ഈ ഒരു ലിസ്റ്റിൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഷുറൻസ് ഓഫ് ഷിപ്പ് ഫോർ ദ വോയേജ്, ഇൻഷുറൻസ് ഓഫ് ഫ്രൈറ്റ്. 2 ഇൻഷുറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. ഇൻഷുറൻസ് ഓഫ് ഷിപ്പും ഇൻഷുറൻസ് ചാർജസ് ഓൺ ഫ്രൈറ്റും ഇവിടെ അതേപോലെ തന്നെ 1,40,40,000 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതോ ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നു. ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിരിക്കുന്ന പർട്ടിക്കുലർ വോയേജിൻ്റെ മാത്രമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് ഫുൾ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ വോയേജിൻ്റേത് കൊണ്ട് റെക്കോർഡ് ചെയ്യും. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പർട്ടിക്കുലർ വോയേജിൻ്റേത് മാത്രമാണല്ലോ, പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഇവിടെ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ്ലി തന്നിരിക്കുന്ന എല്ലാ ഇൻകോ എല്ലാ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകിൽ ഡെബിറ്റിൽ അല്ലെങ്കിൽ ഇൻകോ എല്ലാം ക്രെഡിറ്റ് സൈഡിൽ, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, വോയേജ് ഇൻ പ്രോഗ്രസ് ആണ്. വോയേജ് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജിൻ്റെ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വോയേജ് ഇൻ പ്രോഗ്രസ്സിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 ലാക്ക് പ്ലസ് 30,000 എന്ന് വരുന്ന 3,30,000 ആണ് ടോട്ടൽ ഫ്രൈറ്റ് ആൻഡ് പ്രൈമേജ് ഓൺ ഇൻവേർഡ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത്, ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത്. ആ ഒരു എമൗണ്ട് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഈ 3 ലാക്ക് ഇവിടെ നിന്ന് കുറച്ച് കാണിക്കുന്നതിന് പകരം നമ്മൾ ആ എമൗണ്ടിനെ എവിടേക്ക് കാണിച്ചു, ഡെബിറ്റ് സൈഡിലേക്ക് കാണിച്ചു. ഇനി നമ്മളിവിടെ ഓൾറെഡി ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തിട്ടിരിക്കുന്ന എക്സ്പെൻസ് ഒക്കെ അവിടെ കുറച്ച് കാണിക്കുന്നതിന് പകരം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് എങ്ങോട്ട് കാണിക്കണം, ക്രെഡിറ്റ് സൈഡിലേക്ക് ഓരോന്നിനെ റെക്കോർഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തിയറിയിൽ ഒരു 2-3 ഹെഡായിട്ട് പറഞ്ഞിരുന്നല്ലോ എക്സ്പെൻസിനെ എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാമെന്ന്, ആ ഒരു രീതിയിലോ നമുക്ക് ഫോളോ ചെയ്ത് എക്സ്പെൻസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്പെൻസിനെ ആ തിയറി ബേസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു കേസാണ്. ഇവിടെ നമുക്ക് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഒന്ന് അഡ്രസ് കമ്മീഷനാണ് അല്ലേ. അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ടോട്ടൽ അഡ്രസ് കമ്മീഷൻ്റെ എമൗണ്ട് ആയിട്ട് വരിക, 8,80,000 അഡ്രസ് കമ്മീഷൻ നമുക്ക് എന്താണ് 8,80,000 ഫ്രൈറ്റ് ഉണ്ട്, അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന അഡ്രസ് കമ്മീഷൻ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 44,000. അതായത് ഇവിടെ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ, ഔട്ട്വേർഡ് ഫ്രൈറ്റിൻ്റെ ഇൻവേർഡ് ഫ്രൈറ്റിൻ്റെ 27,500 പിന്നെ ഏതാണ് 16,500 കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോട്ടലായിട്ട് ഒരുമിച്ച് തന്നെ ഇവിടെ കണ്ടുപിടിക്കാമായിരുന്നു. 8,80,000 ആണ് നമ്മുടെ ടോട്ടൽ. 8,80,000 ആണ് നമ്മുടെ ടോട്ടൽ. 8,80,000 ടോട്ടൽ ഫ്രൈറ്റ് എത്രയാണ്, ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് എത്രയാണോ അതിൻ്റെ അഡ്രസ് കമ്മീഷനായിട്ട് വരുന്ന 5% എത്ര വരും, ടോട്ടൽ 44,000 ആണ്. അതായത് ഈ 27,000ഉം 16,000ഉം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന 44,000 ആണ് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്. ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഇൻവേർഡ് ജേർണിയുമായിട്ട് റിലേറ്റഡുള്ള അല്ലെ ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര ഫ്രൈറ്റ് വരുന്നുണ്ട്, ഇവിടെ എത്രയാണ് ഇൻകംപ്ലീറ്റ് ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന ഫ്രൈറ്റിൻ്റെ എമൗണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ തന്നല്ലോ, 3 ലാക്ക് ആണ് എന്ന് തന്നിട്ടുണ്ടല്ലോ. 3 ലാക്ക്, ആ 3 ലാക്ക് എടുക്കുക. ടോട്ടൽ ഫ്രൈറ്റ് എത്രയാണ്, 3 ലാക്ക് ഡിവൈഡഡ് ബൈ 8 ലാക്ക്. 3 ലാക്ക് ഡിവൈഡഡ് ബൈ 8 ലാക്ക് ടോട്ടൽ ഫ്രൈറ്റ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ 44,000നെ ഏത് ബേസിൽ ഡിവൈഡ് ചെയ്യണം, ടോട്ടൽ ഫ്രൈറ്റിൽ ഇൻകംപ്ലീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര വരുന്നു ഫ്രൈറ്റ്, ആ ഒരു പ്രൊപ്പോർഷനിൽ 44,000 ഇൻറ്റു 3/8 എന്നോ 3 ലാക്ക് ഡിവൈഡ് ബൈ 8 ലാക്ക് എന്നോ ഉള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര കിട്ടും, 31,500 എന്നുള്ള എമൗണ്ട് കിട്ടും. ഇതാണ് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട എക്സ്പെൻസിൻ്റെ വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് വരുന്ന എമൗണ്ട്. അപ്പോൾ അതായത് ബൈ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നും പറഞ്ഞ് നമ്മൾ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ബൈ വോയേജ് ഇൻ പ്രോഗ്രസ് അത് പല ഹെഡിൽ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഒരു എമൗണ്ടാണ്. അതായത് ഈ അഡ്രസ് കമ്മീഷൻ്റെ എമൗണ്ടും അതുപോലെ ഇൻഷുറൻസ് ചാർജസ് ഓൺ ഫ്രൈറ്റും, ഈ 2 കാര്യങ്ങളോട് ചേർത്താണ് എന്ത് ചെയ്തത്, 44,000 പ്ലസ് 40,000 ഒരുമിച്ച് ചെയ്യാം. 84,000ൻ്റേത് 3 ലാക്ക് ഡിവൈഡഡ് ബൈ 8 ലാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്താൽ മതിയാകും. ഒന്നുകിൽ 40,000ൻ്റെ മാത്രമായിട്ട് ചെയ്യുകയോ പിന്നെ 44,000ൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയോ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ 40,000 പിന്നെ ഇതിൻ്റെ ചേർത്തുള്ള ഇവിടുത്തെ ഏതാ അഡ്രസ് കമ്മീഷൻ ഓൺ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത് എത്രയാണ്,
44,000 കൂടെ വരുന്നുണ്ട് അല്ലേ. ഈ 44,000 40,000 കൂടെ ചേർത്ത് ടോട്ടൽ 84,000 ഇൻറ്റു 3/8 ചെയ്താൽ ഈ 16,000 പ്ലസ് 15,000 ചെയ്യുമ്പോൾ കിട്ടുന്ന 31,500 എന്നുള്ള എമൗണ്ട് കിട്ടും. ഇത് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് വന്ന എക്സ്പെൻസ് ആണ്. സോ ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന 2 എക്സ്പെൻസിനെ നമ്മൾ ഇവിടോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഏതൊക്കെയാണ് ചെയ്തത്? ഒന്ന് അഡ്രസ് കമ്മീഷനും ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ചാർജസ് ഓൺ ഫ്രൈറ്റ്, കാരണം അത് ഫ്രൈറ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം വന്ന 2 എക്സ്പെൻസിനെയാണ് 3/8 എന്നുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, ടോട്ടൽ എക്സ്പെൻസസ് അൺകണക്റ്റഡ് വിത്ത് ഫ്രൈറ്റ് ഫോർ ദ എൻറ്റയർ വോയേജ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരുന്ന എക്സ്പെൻസുകളാണ് ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും എല്ലാ എക്സ്പെൻസും, ലാസ്റ്റ് വൺ ഒഴിച്ച് അല്ലേ. ഡിപ്രിസിയേഷൻ മാത്രം ആ പർട്ടിക്കുലർ വോയേജിൻ്റെ തന്നു, ബാക്കിയെല്ലാം എന്താ അവർ പറഞ്ഞത്? ഫോർ ദ എൻറ്റയർ വോയേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻറ്റയർ വോയേജിലേക്ക് തന്നിരിക്കുന്ന മൊത്തം എക്സ്പെൻസുകൾ എത്രയുണ്ട് ഇവിടെ? 4,10,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. 4,10,000 ആണ് നമുക്ക് ടോട്ടൽ അൺകണക്റ്റഡ് വിത്ത് ഫ്രൈറ്റുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫ്രൈറ്റുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിനെ സിമ്പിളായിട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഈ സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ ദ എൻറ്റയർ വോയേജ് ആണോ തന്നേക്കുന്നത് അല്ലെങ്കിൽ ടിൽ ഡേറ്റ് ആണോ തന്നേക്കുന്നത്? ഫോർ ദ എൻറ്റയർ വോയേജ് തന്നിരിക്കുന്നത് കൊണ്ട് 4,10,000 ഫോർ ദ എൻറ്റയർ വോയേജ് തന്നിരിക്കുന്നതിൻ്റെ ഹാഫാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. അത് ആ തിയറിയിൽ പറയുന്നുണ്ട്. സോ ഈ 4,10,000 എത്ര ക്യാരി ഫോർവേഡ് ചെയ്യണം? 1/2 ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇനി ടിൽ ഡേറ്റ് തന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന് എന്തായിരുന്നു? ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് 2 മന്ത്സിലേക്ക് മാത്രമാണ്. അപ്പോൾ 2 മന്ത്സിലേക്ക് മാത്രം തന്നിരിക്കുന്നതിനെ ഏത് റേറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യണം? 1/3 എന്നുള്ള റേറ്റിൽ ക്യാരി ഫോർവേഡ് ചെയ്യാനാണ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ടിൽ ഡേറ്റ് തന്നിരിക്കുന്നതിനെ 1/3 ബേസിൽ ക്യാരി ഫോർവേഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ എത്രയും ചെയ്തു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു? നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഇൻകം എക്സ്പെൻസിനെയും നമ്മുടെ ബേസ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു വോയേജ് അക്കൗണ്ടിലോട്ട് ഇൻകത്തിനെ എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തു, എക്സ്പെൻസിനെ എല്ലാം ഡെബിറ്റ് സൈഡിലും എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണ്? ഇനി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഇൻകത്തിൽ എത്ര എമൗണ്ടാണ് ഇൻകംപ്ലീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ഇവിടെ ഏത് മാത്രമേ വരുന്നുള്ളൂ? 3,30,000 മാത്രമാണ് അങ്ങനെ ഒരു എമൗണ്ട് ആയിട്ട് വരുന്നത്. 3,30,000 അപ്പോൾ എന്ത് ചെയ്തു? ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇൻകം മാത്രം ക്യാരി ഫോർവേഡ് ചെയ്താൽ മതിയോ? പോരാ. എക്സ്പെൻസ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടിരിക്കുന്നതിനെ എല്ലാം അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് വോയേജ് ഇൻ പ്രോഗ്രസ് എന്നും പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്യാനായിട്ട് നമ്മളൊരു 3 ബേസ് നോക്കുക. ഒന്ന് ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഏതൊക്കെയാണ്? ഫ്രൈറ്റ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ വരുന്ന 2 എക്സ്പെൻസേ ഉള്ളൂ. ഒന്ന് അഡ്രസ് കമ്മീഷനും ഒന്ന് ഇൻഷുറൻസ് ഓൺ ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഫ്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കുന്ന 2 എക്സ്പെൻസേ ഇവിടെ പറയുന്നുള്ളൂ. അഡ്രസ് കമ്മീഷനും ഫ്രൈറ്റ് ഓൺ ഇൻഷുറൻസ് ഓൺ ഫ്രൈറ്റ് എന്ന് പറയുന്നതും. ആ 2 ഐറ്റംസ് ഏതൊക്കെയാണ്? 44,000 എമൗണ്ടും ഉണ്ട്, 40,000 ഉണ്ട്. അതായത് ടോട്ടൽ ഇവിടെ 2ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വേണം ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 44,000 പ്ലസ് 40,000 84,000 ഇൻറ്റു 3/8 ചെയ്താൽ ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് കിട്ടും. അതായത് 31,500 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. ഫ്രൈറ്റ് റിലേറ്റഡ് എക്സ്പെൻസിനെ ക്യാരി ഫോർവേഡ് ചെയ്തു. ഇനി ഫ്രൈറ്റുമായിട്ട് ഒരു റിലേഷൻ ഒന്നുമില്ലാത്ത ബാക്കി എക്സ്പെൻസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ 2 കാര്യം നോക്കണം. അത് ടിൽ ഡേറ്റിലേക്കാണോ തന്നിരിക്കുന്നത് അതോ പർട്ടിക്കുലർ വോയേജിൻ്റെ മാത്രം ടിൽ ഡേറ്റിലേക്കുള്ള പർട്ടിക്കുലർ വോയേജിൻ്റെ മാത്രമാണ് തന്നേക്കുന്നത്? ഫോർ ദ എൻറ്റയർ വോയേജ് എന്നും പറഞ്ഞാണോ തന്നേക്കുന്നത് അല്ലേ. ഇവിടെ ടിൽ ഡേറ്റിലേക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, 80,000 ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പാണ് നമുക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് 80,000 മാത്രം എന്ത് ചെയ്യണം? 1/3 ബേസിൽ ക്യാരി ഫോർവേഡ് ചെയ്യണം. കാരണം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോർ ദ എൻറ്റയർ വോയേജിനെ 1/2 എന്നും ടിൽ ഡേറ്റ് തരുന്നതിന് 1/3 എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ റേറ്റ് എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി എടുത്താൽ മതി 80,000 ഇൻറ്റു 1/3. അപ്പോൾ എമൗണ്ട് ഇത് തന്നെ കിട്ടും, 26,667. ഇനി ബാക്കി ഫോർ ദ എൻറ്റയർ വോയേജിലേക്ക് തന്നിരിക്കുന്ന അല്ലേ, ഫോർ ദ എൻറ്റയർ വോയേജ് എന്ന് പറഞ്ഞ് ബാക്കി തന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. പോർട്ട് ചാർജ്, സാലറി, കൺസംഷൻ ഓഫ് കോൾ, സ്റ്റോഴ്സ് ആൻഡ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ബാക്കി തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ എന്ത് ചെയ്യുകയാണ്? ടോട്ടൽ എക്സ്പെൻസസ് ആണ് അൺകണക്റ്റഡ് വിത്ത് ഫ്രൈറ്റ്. സിംപ്ലി പറഞ്ഞ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഫോർ ദ എൻറ്റയർ വോയേജസ്. എൻറ്റയർ വോയേജിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻസിനെ ഏത് റേറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യണം? 1/2 റേറ്റിൽ ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ 4,10,000 പകുതി 1/2 എന്നുള്ള രീതിയിൽ 205 അല്ലെങ്കിൽ എന്താണ് 2,05,000 എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തു.
ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് സൈഡിൽ കിടക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ക്യാരി ഫോർവേഡിങ് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെ വോയേജ് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റി എഴുതേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി വോയേജ് ഇൻ പ്രോഗ്രസ്സിന് വേണമെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് കാൽക്കുലേഷനായിട്ട് വർക്കിംഗ് നോട്ട് എഴുതി കണ്ടുപിടിച്ചിട്ട് വോയേജ് ഇൻ പ്രോഗ്രസ്സിൻ്റെ എമൗണ്ട് മാത്രമായിട്ട് 2,63,167 എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് വോയേജ് ഇൻ പ്രോഗ്രസ്സിൻ്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് ആയിട്ട് വർക്കിംഗ് നോട്ട് എഴുതി കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് പോസ്റ്റ് ചെയ്താലും മതിയാകും. ഇത് നമ്മുടെ ആ ഒരു അക്കൗണ്ട്സിൻ്റെ അകത്ത് തന്നെ കാണിച്ചിരിക്കുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. വോയേജ് ഇൻ പ്രോഗ്രസ്സിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഐറ്റംസും റെക്കോർഡ് ചെയ്തത് കൊണ്ട് നമുക്കിനി ചെയ്യാനായിട്ടുള്ള എന്താണ്, ജസ്റ്റ് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. ക്രെഡിറ്റ് സൈഡ്, ഇൻകം സൈഡ് എക്സസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോഫിറ്റ് എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, 2,39,167 കിട്ടും. 2,39,167 ആണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പം ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബാലൻസ് ഫിഗറാണ് അക്കൗണ്ടിൻ്റേത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു വോയേജ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് വോയേജ് ഇൻ പ്രോഗ്രസ്സും കൂടെ വരുന്ന ഒരു കേസാണ്. എന്നാൽ അതിനോടൊപ്പം വോയേജ് ഇൻ പ്രോഗ്രസ്സിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഷിപ്പിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷിപ്പിൻ്റെ പൊസിഷൻ ഈ ഒരു കേസ് ഏതാണ്, വെൻ റിട്ടേൺ ജേർണി ഈസ് ഹാഫ് വേ ബാക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വോയേജ് ഇൻ പ്രോഗ്രസ്സിൽ ചെയ്യേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.